ഹായ് പ്യാരെ വെച്ചോ അനസാറാണ്. ഈ അധ്യയന വർഷത്തെ ഓണപരീക്ഷയുടെ ടൈം ടേബിളൊക്കെ വന്നത് എൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടാകും. നമുക്ക് വളരെ അടിപൊളിയായിട്ട് നമ്മുടെ ഹിന്ദിയുടെ പരീക്ഷ എഴുതി മുഴുവൻ മാർക്കും നമുക്ക് നേടണം. നമുക്ക് വരുന്നത് 2 യൂണിറ്റാണ് ഈ അധ്യയന വർഷം മാറിയ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അപ്പോൾ മാറിയ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ എൻ്റെ മക്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല അടിപൊളിയായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ എന്തെല്ലാമായിരിക്കും നമുക്ക് ചോദ്യ പേപ്പറിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ലളിതമായിട്ട് മാഷ് പറഞ്ഞു തരാം. ഏറ്റവും മനോഹരമായിട്ട് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരും. ആ പാരഗ്രാഫിൽ നിന്നും അനുയോജ്യമായ 3-4 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് അനുയോജ്യമായത് ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പരീക്ഷ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വായിച്ചു നോക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഏകദേശം ഉത്തരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ പിന്നെ നമുക്ക് വരുന്നത് ഒരു പോസ്റ്റർ ആയിരിക്കും. ഒരു പോസ്റ്റർ നിർബന്ധമായിട്ടും നമ്മുടെ പരീക്ഷയിൽ നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ പോസ്റ്ററും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ പിന്നെ നമുക്ക് വരുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് തരും. ഈ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ സെൻറ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചിത്രങ്ങളായിരിക്കും നമുക്ക് തരിക. അത് ചിലപ്പോൾ നമ്മുടെ മാറിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടായിട്ടുള്ള ചിത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ചിത്രങ്ങളായിരിക്കും. ഏതാണെങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് ആ ചോദ്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ അധ്യയന വർഷം മാറിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ പുറത്തു നിന്നും നമുക്കൊരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ മനോഹരമായിട്ട് ഉത്തരം എഴുതണം എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 3-4 തവണ ആ ചോദ്യം വായിച്ച് നോക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഹിന്ദി പഠിച്ചെടുക്കാം. ഇനി അങ്ങോട്ട് നമുക്ക് കോണ്ടന്റ് വീഡിയോസും അതേപോലുള്ള പബ്ലിക് ലൈവുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ മക്കളും നമ്മൾ ധൈര്യത്തെ ഫോളോ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്.